പത്മനാഭസ്വാമിയെ തൊഴുത് കഴിഞ്ഞ് നേരെ പോകുന്നത് തെക്കേ നടയുടെ സൈഡിലായിട്ട് കുതിരമാളിക കൊട്ടാരം കാണാനായിട്ടാണ്. പുത്തൻമാളിക എന്ന് അറിയപ്പെടുന്നുണ്ട് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളുടെ ലൊക്കേഷനൊക്കെ ആയിട്ടുള്ള കൊട്ടാരമാണ് ഈ കുതിരമാളിക കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിൽ പുറത്തായിട്ട് തടിയിൽ കുതിരകളെയൊക്കെയാണ് പണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കുതിരമാളിക കൊട്ടാരം എന്നൊക്കെ പറയുന്നത്. കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചിത്രാലയ ആർട്ട് ഗാലറിയും കാണാം. ഈ രണ്ട് സ്ഥലത്തും നമുക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടൊന്നുമില്ല. പുറത്തെ കാഴ്ചകൾ കാണിക്കാൻ നമുക്ക് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ 50 രൂപ പേ ചെയ്യണം. അപ്പോൾ ഫോൺ യൂസ് ചെയ്ത് ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതിന് കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമുക്കൊരു ഗൈഡുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. കുതിരമാളിക കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമാണ് അതിൻ്റെ ഉള്ളിൽ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ആദ്യം കയറുമ്പോൾ നമുക്ക് കുറേ കഥകളിയുടെ രൂപങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പഴയ വസ്തുക്കളുണ്ട്, പലതരം വിളക്കുകളുണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആനക്കൊമ്പിൽ തീർത്ത ഒരുപാട് ഷോക്കേസ് ഐറ്റംസും അതുപോലെ ആനക്കൊമ്പിൽ തീർത്ത സിംഹാസനവും ക്രിസ്റ്റലിലൊക്കെ തീർത്ത സിംഹാസനമുണ്ട്. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഓരോ മുറിയുടെയും മുകൾ ഭാഗത്തൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള കൊത്തുപണികളൊക്കെയാണ്. മുകളിലെ നിലയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം. അതുപോലെയാണിത് പണിതിരിക്കുന്നത്. ക്ഷേത്രത്തിലെത്താൻ സ്വാതി തിരുനാൾ മഹാരാജാവിന് കൊട്ടാരത്തിൽ നിന്നുള്ള രഹസ്യ വഴിയൊക്കെ നമുക്ക് അവിടെ കാണാം. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചിത്രാലയത്തിലേക്കുള്ള വഴിയാകട്ടോ ഇത്. എൻട്രി ഫീസ് ഉണ്ട്. ഫോണൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല. ട്രാവൻകൂർ മഹാരാജാക്കന്മാരുടെ പെയിൻറ്റിങ്സും കുട്ടിക്കാലം മുതലുള്ള അവരുടെ പിക്ചേഴ്സും ഒക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അനോമോർഫിക് പെയിൻറ്റിങ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറച്ച് നേരം അതവിടെ കണ്ടു നിന്നു കേട്ടോ. കാണുമ്പോൾ എന്താ ചിത്രം എന്ന് മനസ്സിലായില്ലെങ്കിലും നമ്മളൊരു കോണിലൂടെയോ ഒരു മിററിലൂടെയോ ഒക്കെ നോക്കുമ്പോൾ ഒറിജിനൽ ഇമേജ് നമുക്ക് കിട്ടും. പിന്നെ ഒരു എലിഫൻറ്റിൻ്റെ തല അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആനയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ കൊച്ചു യാത്ര അവസാനിപ്പിച്ച് ഈ വീഡിയോയെ അവസാനിപ്പിക്കുക കേട്ടോ. ബൈ ബൈ.